ഈ ഒരു ഫേസ് പാക്ക് ചുളിവുകൾ മാറാൻ മാത്രമല്ല നല്ല സ്കിൻ ബ്രൈറ്റനിങ്ങിനും അതുപോലെ തന്നെ തലവേദന അത്തരം പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കാണ്. നിങ്ങൾ മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോൾ ഈ ഒരു പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യുജിൻ. ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ആൻറ്റി ഏജിങ്ങിന് സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ മുരിങ്ങയില ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തൈര്. ഇതെല്ലാം തന്നെ ആൻറ്റി ഏജിങ്ങിന് വളരെയേറെ ഗുണകരമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് പാക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര ടെൻഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ഇട്ട് നോക്കുക. അതായത് മൂഡ് ഓഫ് ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു എനർജിയൊക്കെ പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളം സെലക്ട് ചെയ്ത് നമ്മുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് മുരിങ്ങയിലയാണ്. ഇപ്പോൾ മുരിങ്ങയില ഇല്ലാത്തവർക്ക് മുരിങ്ങയുടെ ഓയിൽ നമുക്ക് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് യൂസ് ചെയ്താലും മതി. ഞാൻ പറ്റുമെങ്കിൽ ആ പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം. ഏജിങ് പ്രോസസ്സിന് തന്നെ സ്ലോ ചെയ്യിക്കാൻ നല്ലതാണ് മുരിങ്ങയിലയുടെ സത്തും അതുപോലെ തന്നെ മുരിങ്ങ ഓയിലും ഒക്കെ, മുരിങ്ങയിലയുടെ ഓയിലും ഒക്കെ. നമ്മളിവിടെ ഇതൊന്ന് അരച്ചെടുക്കാനാണ് പോകുന്നത്. ഇത് ചുളിവുകൾ ഉണ്ടാവാതിരിക്കാനായിട്ടും അതുപോലെ ഫ്രീ റാഡിക്കലുകൾ ചർമ്മത്തെ നാശമുണ്ടാകാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നു. ചർമ്മം നല്ല ഉറപ്പോടെ ഇരിക്കുവാനും അതുപോലെ ചെറുപ്പമായി ഇരിക്കുവാനും ഒക്കെ നല്ലതാണ് മുരിങ്ങയില ഉപയോഗിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കളർ കുറച്ച് ബെറ്റർ ആക്കാനായിട്ട് മുരിങ്ങയില ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. ഇനി വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് അരിപ്പൊടിയാണ്. ഇത് അരിപ്പൊടി സൺ ടാൻ മാറാനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ പിഗ്മെൻറ്റേഷനുള്ള സ്കിന്നിനും ഒക്കെ നല്ലതാണ്. ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് തൈരാണ്. പാത്രത്തിലെ തൈര് പാത്രത്തിൻ്റെ ആ വെള്ളം പോലെ കിടക്കുന്നത് ഞാൻ അല്പം ആദ്യം ഒഴിക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തൈരാണ്. അതേപോലെ തന്നെ കുറച്ച് തൈരും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ലാസ്റ്റ്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫേസിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. നമുക്കിത് നെക്കിലും അതുപോലെ തന്നെ കൈകളിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് നമുക്ക് ഫേസിലും അതുപോലെ ടാൻ ഉള്ള എല്ലാ ഭാഗങ്ങളിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒന്നാണ്. തൈര് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നാച്ചുറലായിട്ട് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനും അതുപോലെ ചർമ്മത്തിൽ പാടുകളൊക്കെ വരുന്നതും തടയാനും ഒക്കെ സഹായിക്കും. ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് കാക്കപ്പുള്ളി മുഖത്ത് ധാരാളമായിട്ടുണ്ടാകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പാക്ക് സഹായിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഫേസിൽ പുരട്ടി നമുക്ക് വേണമെങ്കിൽ 2 മിനിറ്റൊക്കെ ഒന്ന് മസാജ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഉണങ്ങാനായിട്ട് അനുവദിച്ചാൽ മതി. ഇത് ചർമ്മത്തിലെ ചുളിവുകളൊക്കെ നല്ല രീതിയിൽ തന്നെ കുറയ്ക്കുന്ന ഒരു പാക്കാണ്. നമ്മുടെ മുഖം വല്ലാതെ ടയർഡ് ആയിരിക്കുന്ന അവസരത്തിൽ നമ്മളിതൊന്ന് മസാജ് ചെയ്യുമ്പോൾ ഫേസിൽ നന്നായിട്ടൊന്ന് മസാജൊക്കെ കൊടുക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ പേശികളുടെ പിരിമുറുക്കമൊക്കെ ഒഴിവാക്കാനും അതുപോലെ ചർമ്മത്തിന് നല്ല ആരോഗ്യമുള്ള ഒരു ലുക്ക് തോന്നിക്കാനും ഫ്രഷ്നെസ് കിട്ടാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു കിട്ടാനായിട്ട് ഈ ഒരു പാക്ക് ഉപകരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖം ഒരല്പം വെളുക്കുന്നു എന്നതിനേക്കാൾ ഉപരി നമ്മുടെ നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടും. അത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന ഒരു സമയത്ത് നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം. എല്ലാ ദിവസവും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രബ് ചെയ്യേണ്ട ആവശ്യവും മസാജ് ഒരുപാട് കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. ലൈറ്റായിട്ട് മാത്രം ചെയ്താൽ മതിയാവും. ഏതൊരു പാക്കും പോലെ ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു തൈരോ മുരിങ്ങയിലയോ ഒക്കെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ഒന്നൊരു പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം കംപ്ലീറ്റ് ഫേസിലോ അല്ലെങ്കിൽ ബാക്കി ശരീരഭാഗത്തോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു 15 മിനിറ്റ് നേരം ഫേസിൽ അപ്ലൈ ചെയ്തിരുന്നതിന് ശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പാക്കിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിലുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പയ. ഇത് നമ്മുടെ സ്കിന്നിലെ ചെറിയ വരകളൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്തുന്നതിനും വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മുടെ സ്കിന്നിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മെച്ചപ്പെടുത്താനായിട്ട് നല്ലതാണ്. പപ്പായ പതിവായിട്ട് കഴിക്കുന്നതിൽ ഏജിങ്ങിൻ്റെ സയൻസൊക്കെ വളരെ പതുക്കെ വരുള്ളൂ എന്നാണ് പറയുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്ലോയിങ് സ്കിന്ന് കിട്ടാനായിട്ട് നമ്മൾ നട്ട്സ് ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ചും ബദാം വളരെ നല്ലതാണ്. അതിൽ വൈറ്റമിൻ ഇ ധാരാളമായിട്ടുണ്ട്. അത് നമ്മുടെ സ്കിൻ റിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ UV റേസ് മൂലം നമ്മുടെ സ്കിൻ ഡാമേജ് ആകുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്.
പണ്ടുകാലം മുതലേ ഉപയോഗിച്ചിരുന്ന ഒരു മെഡിസിനൽ ഫ്രൂട്ട് എന്ന രീതിയിൽ കരുതിയിരുന്ന ഒന്നാണ് പോംഗ്രാനൈറ്റ്. ഇതിൽ ഒരുപാട് വൈറ്റമിൻ സി ഉണ്ട്, അതുപോലെ തന്നെ മറ്റനേകം ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്. ഫ്രീ റാഡിക്കൽ ഡാമേജിൽ നിന്ന് നമ്മുടെ ബോഡിയെ സംരക്ഷിക്കാനായിട്ട് കഴിവുള്ള ഒന്നാണത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചർമ്മത്തെ കുറച്ച് നാൾ കൂടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ എന്ത് വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.